എവിടെ? ബലരാമനും ചന്ദ്രമതി എവിടെ? അവര് പോയി അമ്മേ. പോയോ? അവളോ? ആ തനൂജ അവളെവിടെ? തനൂജയും വിളിച്ച അവര് പോയത്. തനുജ അവരെ കൂട്ടിക്കൊണ്ടുപോയോ? ആ അതെ അച്ഛാ. എന്താ മോളെ സംഭവിച്ചേ? സംഭവിച്ചത് വേറൊന്നുമല്ല. കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ കൈകാര്യം ചെയ്ത് വരികയായിരുന്നു. അപ്പോഴാ നന്ദു വന്ന ഉടൻ തന്നെ നന്ദു ബഹളം വെച്ച് തുടങ്ങി. പിന്നെ ബഹളം വെക്കാതെ ഇതിനൊക്കെ ഒരു അവസാനം വേണ്ടേ? ഇന്നലെ വരെ അച്ഛൻ ആരായിരുന്നു എന്ന് അവർക്ക് അറിയേണ്ടിരുന്നേ. ഇന്നിപ്പോ അമ്മയെക്കുറിച്ചും അറിയണം. അവളുടെ അമ്മ ഇവിടാണോ വെച്ചിരിക്കുന്നത്? എല്ലാം പിന്നെയും പഴയതുപോലെ ആവുകയാണോ? എല്ലാം അവസാനിച്ചു എന്നുള്ള സമാധാനത്തില് സന്തോഷത്തോടെ നിൽക്കുമ്പോഴാ ഇടുത്തി പോലെ ദേവിക വിളിക്കുന്നത് വീണ്ടും തനൂജ വന്നു. ബലരാമനും ചന്ദ്രമതി ഉണ്ടെന്നറിഞ്ഞപ്പോ ചെറിയൊരു ആശ്വാസം തോന്നി. ചിലപ്പോ എല്ലാം കലങ്ങി തെളിയുന്നു. എനിക്ക് വയ്യ, മടുത്തു. അമ്മ വിഷമിക്കണ്ട. ഞാൻ ബഹളം വെച്ചത് നന്നായി തന്നെ എനിക്ക് തോന്നുന്നത്. ബലരാമനങ്ങളും ആന്റിയും കൂടെ അവളെ കൊണ്ടുപോയേക്കോ അല്ലേ? ചിലപ്പോ എല്ലാം അങ്കിള് തന്നെ പറയും. അങ്കിളും പറയില്ല, ആന്റിയും പറയില്ല. എല്ലാം വീണ്ടും നമ്മുടെ തലയിൽ തന്നെ വന്ന് വീഴും. അച്ഛൻ എന്തൊന്നും മിണ്ടാ നിൽക്കുന്നേ? കാര്യങ്ങൾ അച്ഛൻ്റെ കയ്യിലാ. പറയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞില്ലേ. ജീവിതത്തിൽ ഒളിച്ചു വെച്ചിരുന്നൊരു മഹാരഹസ്യമാണ് ബലരാമന്റേത്. എന്നോടൊപ്പം അവസാനിക്കുമെന്ന് കരുതിയ ആ രഹസ്യം അത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? നന്ദൻ പറഞ്ഞത് കേട്ടില്ലേ സിദ്ധു? അവക്കിപ്പോ അമ്മയെക്കുറിച്ച് കൂടി അറിയണമെന്ന്. അതിനല്ലേ ഈ ബഹളമൊക്കെ? ഞങ്ങളോടെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? ഇതുവരെ ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് നിങ്ങൾക്കറിയാലോ. നിങ്ങൾ എന്നെ വിശ്വസിക്കുകയും ചെയ്തു. അപ്പോ ഈ ഒരു കാര്യത്തിലും തീരുമാനം എടുക്കാൻ എന്നെ അനുവദിക്കണം. ഒക്കെ ഞാൻ പറയാം. അച്ഛാ, വെളിപ്പെടുത്താൻ പറ്റുന്നതാണെങ്കിൽ ഇപ്പൊ തന്നെ അതും ഞങ്ങളോട് പറയണം. ഇല്ല മോളെ, അതിന് സമയമായിട്ടില്ല. സിദ്ധു, വേണ്ടമ്മേ. എന്തെങ്കിലും കാണാതെ അച്ഛൻ ഇങ്ങനെ പറയില്ല. അതെ, പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത എന്തെങ്കിലും പ്രശ്നം കാണും. സമയമാവുമ്പോ അച്ഛനെല്ലാം പറയും. ആ സമയമാവുമ്പോ ഈ വീട്ടിൽ എല്ലാവരും ജീവനോടെ ഉണ്ടായാ മതിയായിരുന്നു. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.